ഹലോ ഡിയർ ഫ്രണ്ട്സ്, പവിത്ര സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വേദ പറയുന്നുണ്ടായിരുന്നേ, കല്ലുപണിയോ ചുമട്ടോ എന്തെങ്കിലും ഒരു ജോലി എടുക്കുക, എന്നിട്ട് ഒരു ദിവസം മാത്രം അധ്വാനിച്ച് ആ കിട്ടുന്ന പൈസ കൊണ്ട് അച്ഛനൊരു തോർത്തുമുണ്ടെങ്കിലും മേടിച്ച് കൊടുക്കാൻ ഇങ്ങനെ വേദ പറയുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് വേദ പറയുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉള്ളു വേവുന്നത് ആരുടെ മനസ്സാണെന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്നിങ്ങനെ പറയുവാണേ. അത് ചെയ്തിട്ടും അച്ഛൻ നിങ്ങളോട് ഇങ്ങനെ തന്നെയാണ് പെരുമാറുന്നതെങ്കിൽ എൻ്റെ പേര് വേദ എന്നല്ല, വേദ ആളെന്ന് അങ്ങ് ഉറപ്പിച്ചോളാൻ പറഞ്ഞിട്ട് വേദ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോവുകയാണ്. എന്നെ കാണുന്നത് നമ്മുടെ നന്ദിനിയടുത്ത് റൂം തുറന്ന് സാരിയും ഷർട്ടും മുണ്ടും ഒക്കെ ആയിട്ട് ഉള്ളിലേക്ക് കയറി വരിക കേട്ടോ. അപ്പോൾ നമ്മുടെ വിനയേട്ടൻ ഇങ്ങനെ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം വിനയേട്ടൻ ഇങ്ങനെ പറയുകയാണ്, ഏതൊക്കെയല്ല അച്ഛൻ്റെ അമ്മയുടെ വിവാഹ വാർഷികമല്ലേ, നമുക്ക് ഒരു മുണ്ടും ഷർട്ടും എടുത്തു കൊടുത്താലോ എന്നിങ്ങനെ ആലോചിക്കുവാണേ. ഇത് കണ്ടോ, വിക്രമൻ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട് മേടിച്ചതാണ്. അച്ഛൻ ഇത് കണ്ടതും കിട്ടിയതും വിക്രമൻ്റെ മുഖത്തേക്ക് തന്നെ എടുത്തിട്ട് ഏറെ കൊടുത്തേ. അപ്പോൾ താഴെ കിടന്നു, അത് ഞാനിങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നു. എങ്ങനെയുണ്ട്, നല്ല രസമില്ലേ, ഇത് വിക്രമേട്ടന്, ഇത് എനിക്ക്. എന്നിട്ട് പിന്നെ നന്ദിനി പറയുകയാണേ, ഇതൊക്കെ ആ വേദ വിക്രമനെ കൊണ്ട് മനഃപൂർവ്വം ചെയ്യിപ്പിക്കുന്നതാണ്, അച്ഛൻ ആ വിക്രമനെ സ്നേഹിച്ചു തുടങ്ങുന്നതിന് വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ വിനയേട്ടൻ ചോദിക്കുന്നുണ്ട്, ഇത് അച്ഛന് വേണ്ടിയിട്ട് അവൻ മേടിച്ചുകൊണ്ട് വന്നതല്ലേ, അവൻ ചോദിക്കത്തില്ല എന്നിങ്ങനെ പറയുവാണേ. അപ്പോൾ നമ്മുടെ നന്ദിനി പറയുകയാണേ, ഇനി അഥവാ ചോദിച്ചെങ്കിൽ നമ്മളങ്ങ് എടുത്തു എന്ന് പറയണം, അന്യർക്ക് വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ മേടിച്ചുകൊണ്ട് വന്നത്, ഈ വീട്ടിലേക്കല്ലേ, അപ്പം നമ്മൾ എടുത്തു എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നന്ദിനിയുടെ അടുത്ത് അച്ഛന് പാൻറ്റും ഷർട്ടൊക്കെ മേടിച്ച് കൊടുക്കുന്നതിനെ പറ്റി പറഞ്ഞു കഴിയുമ്പോഴത്തേക്കിനും അച്ഛൻ എന്താണോ ചെയ്യാൻ പോകുന്നത് അതിങ്ങനെ നന്ദിനി ആക്ട് ചെയ്യുന്ന കാണിക്കുകയാണ്. എന്താടാ വിനായക, നീ ഇതെന്താ എന്തിനാ മേടിച്ചോട്ട് വന്നത്, എവിടുന്നെങ്കിലും ഓസിന് കിട്ടിയതും കൊണ്ട് ഞങ്ങളെ സന്തോഷിപ്പിക്കാൻ വന്നതാണോ എന്ന് ചിലപ്പോൾ ചോദിക്കുകയും ചെയ്യും. ഈ ഇടയായിട്ട് അച്ഛനോടും അമ്മയോടും ഇത്തിരി സ്നേഹം കൂടിയിട്ടുണ്ട്, ഞാനൊക്കെ കാണുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ടല്ല, ജീവിതത്തിൻ്റെ തുടക്കം തൊട്ട് തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അച്ഛനും അമ്മയും ജീവിച്ചത്. പക്ഷേ ഒരിക്കലും അത് അവർ മക്കളെ അറിയിച്ചിട്ടില്ല. അന്നത്തേക്കും നമ്മുടെ നന്ദിനി പറയുവേ, ലോകത്തുള്ള ഒരു അച്ഛനും അമ്മയും തൻ്റെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകളും മക്കളെ അറിയിക്കാറില്ല എന്നിങ്ങനെ പറയുന്നുണ്ടേ. ഞാൻ നോക്കിയിട്ട് നിങ്ങളുടെ അച്ഛനാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല, മാസം സർക്കാരിൻ്റെ ശമ്പളം കിട്ടുന്നില്ലേ, വിനയേട്ടനത് കിട്ടുന്നുണ്ടോ, അപ്പോൾ ഇല്ലയെന്ന് പറയുവേ. അത് തന്നെയല്ല, കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് ഒരു വരുമാനം കിട്ടുന്നുണ്ട്, വിനയേട്ടനത് കിട്ടുന്നുണ്ടോ, കിട്ടുന്നില്ല എന്ന് പറയുവേ. വല്ലവനും പറമ്പ് വിൽക്കാനോ വാങ്ങാനോ തീരുമാനിച്ചാൽ മാത്രം പണിയുണ്ട്, ശരിയല്ലേ? ശരിയാണ്. അച്ഛൻ മരിച്ച പെൻഷൻ്റെ പാതി മരണസമയം വരെ അമ്മയ്ക്കത് കിട്ടും, നിങ്ങൾ ചത്ത എനിക്ക് വല്ലതും കിട്ടുമോ മനുഷ്യ എന്നിങ്ങനെ നന്ദിനി മുഖത്ത് നോക്കി ചോദിക്കുവാണേ. അപ്പോഴത്തേക്കും നമ്മുടെ വിനയചന്ദ്രൻ എന്ന് വെക്കുന്നുണ്ടേ. അത് തന്നെ ഞാൻ പറഞ്ഞത്, ജീവിക്കുന്ന കാലത്ത് എന്തെങ്കിലും നമ്മൾ ഉണ്ടാക്കി വെച്ചെന്നാലേ പിന്നീട് നമുക്ക് ഉണ്ടായിരിക്കത്തുള്ളൂ. ശരിയാണ്. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, പറയുന്നതിന് ശരിയാണോ അല്ലയോ എന്ന് മാത്രം പറഞ്ഞാൽ മതി എന്ന് പറയുവേ. ഇത്രയും നാളും നിങ്ങളുടെ ചേട്ടൻ ഒരു കുഴിമടിയനായിട്ട് ഈ വീട്ടിലിരിക്കുകയല്ലായിരുന്നോ, ശരിയല്ലേ? അപ്പോഴത്തേക്കും ഒന്നും മിണ്ടായിരിക്കണേ. ശരിയല്ലേ മനുഷ്യ? അങ്ങനെ പറയുകയാണെങ്കിൽ വേറൊന്നിനും വേണ്ടിയിട്ടല്ല, ഒരു കാര്യം ബോധ്യപ്പെടുത്താനാണെന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് ചോദിക്കുകയാണ്. അപ്പോൾ ശരിയാണെന്ന് പറയുവേ. അച്ഛനെ അമ്മയും ഇതുവരെ നിങ്ങളുടെ ചേട്ടൻ കെയർ ചെയ്തിട്ടില്ല, ശരിയാണേ? ശരിയാണ്. എന്നാൽ നിങ്ങളെക്കൊണ്ട് കഴിയുന്നത് നിങ്ങൾ അവർക്ക് ചിലവിനായിട്ട് കൊടുക്കാറുമുണ്ട്, ശരിയാണോ? ശരിയാണ്. എന്നാൽ നിങ്ങളത് കൊടുത്തിട്ടും നിങ്ങളുടെ അച്ഛന് വലിയ സന്തോഷമൊന്നുമില്ല, ശരിയാണോ? ശരിയാണ്. കൊടുക്കുന്ന കാശ് കുറവാണെന്ന് പറഞ്ഞ് ഇടയ്ക്കിടെ നമുക്കിട്ട് കുത്താറുമുണ്ട്, ശരിയാണോ? ശരിയാണ്. ഇത്രയും വർഷങ്ങളായിട്ട് കൊടുക്കാത്ത സമ്മാനം നിങ്ങളിപ്പം മേടിച്ച് കൊടുത്തെന്നാൽ നിങ്ങളുടെ കയ്യിൽ കൂടുതൽ പൈസ ഉണ്ടെന്ന് അവർ വിചാരിക്കത്തില്ലേ? അങ്ങനെ വന്നാൽ ഇനി തൊട്ട് വിനായകൻ റേഷൻ മേടിക്കട്ടെ, വിനായകൻ പച്ചക്കറി മേടിക്കട്ടെ, വിനായകൻ കറണ്ട് ബില്ലടക്കട്ടെ എന്നൊക്കെ ചോദിക്കില്ലേ? വളരെ ശരിയാണ്. അപ്പോൾ അതിലേക്കെല്ലാം വഴിവെക്കുന്ന ഈ സാരിയും കൊണ്ട് മേടിച്ച് കൊടുത്ത് നമുക്കിട്ട് തന്നെ പാര വെക്കുന്ന പണി ശരിയാണോ? വളരെ ശരിയാണ്. മിടുക്കൻ. എന്നാൽ പിന്നെ നമുക്ക് ഈ പരിപാടികളെല്ലാം നിർത്തിയിട്ട് നമുക്ക് വെളിയിൽ പോയിട്ട് ബിരിയാണി കഴിച്ചിട്ട് വരാം, വാ. എന്നാൽ ഞാനിപ്പം മേലും കഴുകി വരാമെന്നും പറഞ്ഞുകൊണ്ട് നന്ദിനി അവിടെ നിന്ന് എണീച്ച് പോവുക. അപ്പോഴത്തേക്കിനും നമ്മുടെ വിനായകൻ പറയുന്നുണ്ട്, അയ്യടാന്ന് പറയുന്നുണ്ടേ. പിന്നെ കാണിക്കുന്ന നമ്മുടെ വിശ്വേട്ടനെയാണ്. വിശ്വേട്ടൻ ഫുള്ള് ക്ഷീണിച്ച് ഇൻഷർട്ടൊക്കെ ചെയ്ത് പോയ ആളാണ്, പക്ഷേ ഷർട്ടൊക്കെ എടുത്ത് വെളിയിലൊക്കെ ഇട്ടിട്ട് ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് അയ്യോ അമ്മയെന്നും പറഞ്ഞുകൊണ്ടാണ് വരുന്നത് കേട്ടോ. അപ്പോഴത്തേക്കിനും ശ്രീചേട്ടത്തി അവിടെ നിന്നിട്ട് പെരക്കായെല്ലാം തൂത്ത് വരുമായിരുന്നേ. അപ്പോഴത്തേക്കിനും കാണുമ്പോഴത്തേക്കിനും ഓടി ചെല്ലും കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു ജോലി, സുഖമായിരുന്നോ എന്നൊക്കെ ചോദിക്കും കേട്ടോ. അയ്യോ ഒന്നും വയ്യ, ജോലിയല്ലേ ജോലി. അപ്പോഴത്തേക്കിനും സൂപ്പർവൈസിങ് അല്ലേ ചോദിക്കുക. ഇരുന്നിട്ടാണെങ്കിലും ജോലി എന്ന് പറയുമ്പോൾ അതൊരു ജോലി തന്നെയല്ലേ എന്നിങ്ങനെയൊക്കെ പറയുവേ. ആകെപ്പാടെ ഭയങ്കര ക്ഷീണം. അപ്പോഴത്തേക്കും വെള്ളം കുടിക്കാൻ എടുക്കട്ടെ എന്ന് ചോദിക്കുക. വെള്ളമോ, വെള്ളം വേണ്ട, ജ്യൂസ് ഉണ്ടോ എന്ന് ചോദിക്കേ.
അപ്പോഴത്തേക്കിനും ജ്യൂസൊന്നും ഇല്ലയെന്ന് പറയും കേട്ടോ. ഇനി എന്താണെങ്കിലും നമ്മുടെ നല്ല കാലം തെളിയാൻ പോവാ. ഞാനങ്ങ് പണിയെടുക്കാൻ തീരുമാനിച്ചു. നമ്മളിനി ശരിക്കും ഒരു കലക്ക് കലക്കും എന്നിങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കൈയും കാലും ഒക്കെ ഇങ്ങനെ അങ്ങോട്ട് തിരുമുന്നുണ്ട്, ഭയങ്കര കഷ്ടപ്പെട്ടിട്ട് അധ്വാനിച്ചിട്ട് വന്ന മാതിരി. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രീചേട്ടത്തി പറയുവേ, ഓ കഴിഞ്ഞ മാസമേ വിശ്വേട്ടന് ഈ ജോലി കിട്ടണമായിരുന്നു, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പരിപാടി ചെയ്യാമായിരുന്നു. ഈ പ്രാവശ്യത്തെ നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ വിവാഹ വാർഷികത്തിന് നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് മേടിച്ച് കൊടുക്കാമായിരുന്നു എന്നിങ്ങനെ പറയുവാണേ. അതിൻ്റെ കൂടെ തന്നെ ചോദിക്കുന്നുണ്ട്, അഡ്വാൻസ് വല്ലതും കിട്ടുവാന്നേ. അതെങ്ങനെയാണ്, ഇന്നലെ പോയി ജോലിക്ക് ചേർന്നതല്ലേ ഉള്ളൂ, പിറ്റേ ദിവസം നാളെ പോയിട്ട് അഡ്വാൻസ് ചോദിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്താണെങ്കിലും നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് വിശ്വൻ അവിടെ നിന്ന് എണീച്ച് പോവുകയാണേ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അച്ഛനെയും അമ്മയാണ്. അപ്പോൾ അമ്മയ്ക്ക് ഇങ്ങനെ ആകപ്പാട് സങ്കടമായിട്ട് അമ്മ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. കാരണം ഇളയ മോനല്ലേ വിവാഹ വർഷത്തിന് സാരിയും മുണ്ടുമൊക്കെ മേടിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ അത് അച്ഛനാണെങ്കിൽ എടുത്ത് ദൂരോട്ട് കളയുകയും ചെയ്തു. അപ്പോൾ ആ ഒരു സങ്കടത്തിന് ഇങ്ങനെ വെളി വന്ന് ഒറ്റയ്ക്ക് നിൽക്കുക കേട്ടോ. അപ്പോഴത്തേക്കിനും മാഷ് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ട് വരികയാണ്. അപ്പോഴത്തേക്കിനും ഇവിടെ എന്താ വന്ന് നിൽക്കുന്നതെന്ന് ചോദിക്കും കേട്ടോ. ഞാൻ തുണിയും മുണ്ടും എടുക്കാൻ വന്നതാണെന്ന് പറയുവേ. അപ്പോൾ അതിന് തുണിയും മുണ്ടും അവിടെയല്ലേ കിടക്കുന്നതെന്ന് ചോദിക്കും കേട്ടോ. ഞാൻ പോയി എടുക്കാൻ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് തുണിയും മുണ്ടുകളൊക്കെ അവിടെ പോയിട്ട് ഇങ്ങനെ മടക്കുവേ. അതിനിടയ്ക്കായിട്ട് നമ്മുടെ വിക്രമത്തിനെ കാണിക്കുന്നുണ്ട്. വിക്രം ഇങ്ങനെ ആലോചിക്കുകയാണ്. അച്ഛൻ ആ ഡ്രസ്സ് തൻ്റെ മുഖത്തേക്ക് വലിച്ചെറിയുന്നതും പിന്നെ നമ്മുടെ വേദ പറയുകയാണല്ലോ, ഒരു നിമിഷത്തേക്കെങ്കിലും ജോലി എടുത്ത് കിട്ടുന്ന വേർപ്പ് കൊണ്ട് കിട്ടുന്ന പണത്തിന് കിട്ടുന്നതിൽ നിന്ന് ഒരു തോർത്തും കൊണ്ടാണെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം, ചെളിക്കൊണ്ടിൽ നിന്ന് മാറി നടക്കണം എന്നൊക്കെ വേദ പറയുന്ന ഇങ്ങനെ വിക്രം മനസ്സിൽ ഓർക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കിനും നമ്മുടെ അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര സങ്കടമായിട്ട് ഇങ്ങനെ തുണിയും മുണ്ടും മടക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴത്തേക്കിനും ഇങ്ങനെ മാഷ് ചോദിക്കേ, നിൻ്റെ മുഖത്ത് എന്താ ഒരു സങ്കടം, എന്താ ഞാൻ അവൻ മേടിച്ചുകൊണ്ട് വന്നത് വേണ്ടാന്ന് വെച്ചത് കൊണ്ടാണോ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അന്നത്തേക്കിനും നമ്മുടെ അമ്മ പറയുവേ, വേണ്ടാന്ന് പറയുകയല്ലല്ലോ ചെയ്തത്, അവൻ്റെ മുഖത്തേക്ക് വലിച്ചെറിയുമല്ലായിരുന്നോ. ഇനി ഇങ്ങനെയുള്ള ശാഠ്യങ്ങളൊക്കെ തുടർന്നുകൊണ്ട് നിന്നാൽ അവൻ വീണ്ടും വീണ്ടും ദേഷ്യം വരികയും മറ്റുള്ള രീതിയിലൊക്കെ അവൻ പോവുകയും ചെയ്യില്ലേ മാഷേ എന്നിങ്ങനെ ചോദിക്കുവേ. കണ്ണ് കലങ്ങിയാണ് അവൻ ഇറങ്ങിപ്പോയത്, ഇനിയും വാശി കൂടാനല്ലേ അതിനൊക്കെ കാരണമാകുള്ളൂ എന്നിങ്ങനെ ചോദിക്കുവാണേ. തെറ്റായ ജീവിതം കൊണ്ട് കാശ് നേടിയ സമ്മാനമാണിത്. അത് നമുക്ക് എങ്ങനെയാണ് സ്വീകരിക്കാൻ സാധിക്കുക? അത് പുതച്ച് നടന്നു കഴിയുന്ന നമുക്ക് ആത്മാർത്ഥതയോടുകൂടി നടക്കാൻ സാധിക്കുമോ? അത് വലിച്ചെറിഞ്ഞതുകൊണ്ടാണ് അവൻ്റെ കണ്ണ് കലങ്ങിയത്. എന്നാൽ അവൻ്റെ തെറ്റായ ജീവിതം നടക്കുന്നത് കണ്ടിട്ട് എൻ്റെ നെഞ്ച് കലങ്ങുന്നത് വേറെ ആരും കാണുന്നില്ല. ശരിയാണ്, അവനെ ഞാൻ ക്രൂരമായി അപമാനിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരാൾ ഈ വീട്ടിലില്ല എന്ന രീതിയിൽ പെരുമാറിയിട്ടുണ്ട്. കുത്തുവാക്കുകൾ പറഞ്ഞ് അവനെ വേദനിപ്പിച്ചിട്ടുമുണ്ട്. പക്ഷേ അപ്പോഴും എൻ്റെ നെഞ്ചിൻ്റെ ഉള്ളിൽ അവൻ എപ്പോഴെങ്കിലും നന്നാകും എന്നൊരു തിരി ഞാൻ കത്തിച്ചുകൊണ്ടാണ് കമലേ ഇവിടെ ഞാൻ നിൽക്കുന്നത്. അവൻ്റെ ജീവിതത്തിൽ പറ്റിയതെല്ലാം ഞാൻ അംഗീകരിക്കുന്നു. ജയിലിൽ പോയതും തിരിച്ചു വന്നതും ഞാൻ അവനെ അംഗീകരിക്കാതെ പുറത്ത് ചാടിച്ചതും എല്ലാം എൻ്റെ തെറ്റാണ്. പക്ഷേ എല്ലാ കാലത്തും ഒരു തെമ്മാടിയുടെ ജീവിതം ജീവിച്ചുകൊണ്ട് തന്നെ വേണോ അവൻ എന്നോട് പകരം വീട്ടാൻ? ഞാനൊരു പഴയ മനുഷ്യനാണ്. ന്യായപ്രകാരം മറ്റുള്ളവരെ പോലെ തന്നെ കുട്ടികൾ നന്നാകുന്നതിന് വേണ്ടിയിട്ട് ശ്വാസിച്ചും പണിയെടുത്തും സ്നേഹിച്ചും ഒക്കെ നിൽക്കുന്ന ഒരു പഴയ അച്ഛൻ. വിവാഹം കഴിഞ്ഞ അന്ന് മുതൽക്ക് തന്നെ എനിക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുകയും വഴിപാടുകൾ കഴിക്കുകയും ഒക്കെ ചെയ്തവളല്ലേ നീ. എന്നിട്ട് ദൈവം എന്തിനാണ് നമ്മളോട് ഈ ചതി ചെയ്തത് കമല എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്കറിയില്ല മാഷേ. അവനൊന്ന് നേരെയായി കാണാൻ എൻ്റെ മനസ്സ് ഒരുപാട് പിടയ്ക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ മാഷും കമലയും കെട്ടിപ്പിടിച്ച് നിന്ന് കരയോ കേട്ടോ. അവരുടെ സങ്കടം അങ്ങനെ അങ്ങ് അവർ മറക്കുകയാണ്. അതിനുശേഷം കാണിക്കുക നമ്മുടെ വിക്രമാദിത്യ നമ്മുടെ ശ്രീനിവാസൻ സാറിൻ്റെ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. അപ്പം നമ്മുടെ വിക്രത്തിനെ കാത്ത് എല്ലാവരും കൂടെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്കിനും വിക്രം കയറി വരുമ്പോൾ തന്നെ സഖാവ് വന്നാലും എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ സഖാവിനുള്ള ഡ്രസ് കോഡാണിത്. സാധാരണ ഒരു പാർട്ടി പ്രവർത്തകനാകുമ്പോൾ സാധാരണ രീതിയിൽ നടക്കുന്ന പോലത്തെ വേഷം ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം നീ ഇത് പിടിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിക്രത്തിന് വെള്ള ഇപ്പം പറയുന്നുണ്ട്, ശ്രീനിവാസൻ സാർ പറയുന്നുണ്ട്, പാർട്ടി പ്രവർത്തകനാകുമ്പം ജനങ്ങളുടെ ഇടയിൽ നല്ല പേര് കിട്ടുന്നതിന് വേണ്ടിയിട്ട് വെള്ള വസ്ത്രമാണ് നല്ലത്. അപ്പം നീ ഇത് പിടിക്കുക എന്ന് പറഞ്ഞിട്ട് വിക്രത്തിന് നമ്മുടെ മുണ്ടും ഷർട്ടും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കിനും വിക്രം ഇങ്ങനെ ചോദിക്കുകയാണ്, എന്താ മാഷേ ഇത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. നീ ഇത് പിടിക്കാൻ പറയേ. വേണ്ട മാഷേ, വേണ്ട സാറേ, ഇതെനിക്കിതൊന്നും ശരിയാവത്തില്ല ഇങ്ങനെ വിക്രം പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കിനും ശ്രീനിവാസൻ സാറിന് എന്തോ പോലെ ആകുവേ. വിക്രം അത് മേടിക്കുന്നുമില്ലല്ലോ. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കിനും ശ്രീനിവാസൻ സാർ പറയുന്നുണ്ട്, നീ ഇന്ന് വിചാരിച്ച എന്ത് കാര്യമാണോ അത് നീ നല്ല രീതിയിൽ നടത്ത്, അതിന് ശേഷം നീ ഇങ്ങോട്ട് വരണം എന്നിങ്ങനെ പറയുവാണേ. ബൈ ഇലക്ഷൻ നമ്മൾ വിചാരിച്ചതുപോലെ ഉടനെ നടക്കാൻ സാധ്യതയില്ല.
ആ സമയത്ത് പാർട്ടി ഘടനയിൽ മൊത്തം ഒരു പൊളിച്ചെടുക്കലുണ്ടാവും. യൂത്ത് വിങ്ങിൻ്റെ സംസ്ഥാന ഭാരവാഹികളിൽ ഒരാളായിട്ട് ഞാൻ നിന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് ഇനിയുള്ള ബാക്കി കാലം നീ പ്രോഗ്രസീവ് പാർട്ടി പ്രവർത്തകൻ്റെ മെയിൻ ഒരാളായിട്ട് മാറണം. അടുത്ത മാസം വരാൻ പോകുന്ന സംസ്ഥാന കമ്മിറ്റിയിൽ ഞാൻ നിൻ്റെ പേര് നിർദ്ദേശിക്കും എന്നിങ്ങനെ ശ്രീനിവാസൻ സാറ് പറയുകയാണേ. സാർ ഇതെന്താണ് പറയുന്നത്? ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അവർക്കുള്ള മറുപടികൾ കൊടുക്കാനും ഒന്നും എന്നെക്കൊണ്ടാവില്ല. അതിനൊന്നും നീ ടെൻഷൻ അടിക്കേണ്ട. ജനങ്ങളുമായിട്ട് നേരിട്ട് സമ്പർക്കമില്ലാത്ത എത്രയോ കേന്ദ്ര പദവിയിലുള്ള മന്ത്രിമാർ ഇപ്പോഴുണ്ട്. സോറി സർ, എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കണം. വീട്ടിലെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പോകുമായിരുന്നു. അതിനിടയ്ക്കാണ് സാറിൻ്റെ കോൾ വന്നത്. അങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത് എന്നിങ്ങോട്ട് ഇടയ്ക്ക് നമ്മുടെ വിക്രം പറയുന്നുണ്ടേ. വീണ്ടും പറയുന്നുണ്ട്, ഇന്ന് നീ എവിടെ പോവുകയാണെങ്കിലും പൊയ്ക്കോ, പക്ഷേ ഇതിൽ നിന്ന് നിനക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല. ജില്ലാ കമ്മിറ്റിയിൽ ഞാൻ നിൻ്റെ പേര് നിർവഹിക്കും, പേര് ഇങ്ങനെ വിളിച്ച് പറയുമെന്നിങ്ങനെ ശ്രീനിവാസൻ സാറ് ഒന്നുകൂടെ ഷാർപ്പായിട്ട് പറയുന്നുണ്ടേ. വീണ്ടും നമ്മുടെ വിക്രം ശ്രീനിവാസൻ സാറിനോട് സാർ ധിക്കരിക്കുകയാണെന്ന് തോന്നരുതെന്ന് ഇങ്ങനെ പറയാൻ നിൽക്കുമ്പോഴത്തേക്കിനും നിൻ്റെ കാര്യം നടക്കട്ടെ, നീ പോയിട്ട് വാന്നും പറഞ്ഞുകൊണ്ട് മൊത്തം കേൾക്കാതെ വിക്രമിനെ പറഞ്ഞയക്കുവാണേ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വിക്രത്തിൻ്റെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഇരുന്ന് ചർച്ച ചെയ്യുക കേട്ടോ. ആകുമ്പോഴത്തേക്കിനും ബാക്കി എല്ലാവരും പറയുന്നുണ്ടേ, ഇതിനിപ്പോൾ എന്താ ഇത്രമാത്രം ആലോചിക്കാനായിട്ടുള്ളത്? അപ്പം അടുത്തയാൾ പറയുന്നുണ്ട്, പീപ്പിൾ പ്രോഗ്രസീവ് പാർട്ടി എന്ന് പറയുന്ന ആൾബലത്തിൽ ചേർത്തായിരിക്കും, പക്ഷേ പാർട്ടി പ്രവർത്തനത്തിൽ ഒരു വലിയ സ്ഥാനം തന്നെ ഇതിനുണ്ട്. അത് തന്നെയല്ല, ചുമ്മാ ബൈക്ക് എടുത്ത് ഇങ്ങനെ കറങ്ങി നടക്കുന്നു എന്നുള്ള ചീത്തപ്പേര് മാറിക്കിട്ടും. എടാ, ഞാനത് തെറ്റായ അർത്ഥത്തിൽ പറഞ്ഞതല്ല. അന്നത്തേക്കിന് ഇന്നൊരാൾ പറയുകയാണ്, അത് ശരിയാണ്, പക്ഷേ എനിക്ക് ഇവനെ കൊണ്ട് അത് പറ്റുമോ ഇല്ലയോ എന്നൊരു ഡൗട്ടുണ്ടെന്ന് ഇങ്ങനെ പറയുവേ. അങ്ങനെ പറഞ്ഞു കൊടുക്കും ജോസഫേ. എന്നെപ്പോലുള്ള ഒരാൾ ഇങ്ങനെ രാഷ്ട്രീയത്തിൽ വരിക എന്ന് പറഞ്ഞാൽ അത് ഈ ലോകത്തോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ അനീതി ആയിരിക്കും എന്നിങ്ങനെ വിക്രം പറയുവാണേ. ആ നിലയ്ക്ക് പറഞ്ഞു കഴിഞ്ഞെന്നാൽ അല്ലെങ്കിൽ ചിന്തിച്ചെന്നാൽ നീ പറയുന്നത് ശരിയാണ്. നിന്നെപ്പോലെയുള്ള ആളുകളല്ല രാഷ്ട്രീയക്കാരാവേണ്ടത്. നിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഇത്തിരി സംശുദ്ധിയും നന്മയും ഒക്കെ ഉള്ളതാണ്. പക്ഷേ ഈ ശ്രീനിവാസൻ സാർ അങ്ങനെയാണോ? അല്ലല്ലോ. ആയ കാലത്ത് അദ്ദേഹത്തിനെതിരെ ഇല്ലാത്ത കേസുകളില്ലായിരുന്നു. കൊലപാതകം വരെ ചാർജ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വലിയ നേതാവായില്ലേ. ഒരു നക്ഷത്രം കണ്ട് രാത്രിയെ മറക്കുന്നവരാണെന്ന് ഒരു എഴുത്തുകാരൻ കവലയിൽ നിന്ന് പ്രസംഗിക്കുന്നുണ്ടായിരുന്നു. ഏതായാലും ഞാൻ അതിനില്ല എന്ന് പറയുമ്പോഴത്തേക്കിനും ബാക്കിയുള്ളവർ ചോദിക്കുന്നുണ്ട്, എത്ര കാലം നിനക്ക് ശ്രീനിവാസൻ സാറിനെ എതിർത്ത് നിൽക്കാനായിട്ട് സാധിക്കും? അതൊക്കെ നമുക്ക് അപ്പം നോക്കാം. എനിക്കിപ്പോൾ വേണ്ടത് ഒരു ജോലിയാണ്. ജോലിയോ? അനിയൻകുട്ടാ, ജോസഫേ, ഇവൻ എന്താടാ പറ്റിയത്? അപ്പോഴത്തേക്കിന് അതെ ഏട്ടാ, കുറച്ച് കാശ് ഇന്ന് നാളെയുമായിട്ട് ഉണ്ടാക്കണം. അപ്പോഴത്തേക്കിന് ജോസഫേട്ടൻ പറയുകയാണ്, അത് ശ്രീനി സാറിനോട് ചോദിച്ചാൽ പോരെ നിനക്ക്? പോരാ, ഞാൻ അധ്വാനിച്ച് എൻ്റെ വിയർപ്പിൽ നിന്നുണ്ടാക്കണം. അതൊക്കെ ഞാൻ പിന്നെ പറയാം. പറ്റിയ ഏതെങ്കിലും പണിയുണ്ടോ എന്ന് നോക്കിയിട്ട് പറ. അപ്പോഴത്തേക്കിനും ബാക്കിയുള്ളവർ പറയുന്നുണ്ട്, നീ ശ്രീനിവാസൻ സാറിന് വേണ്ടിയിട്ട് നേരത്തെ കുറേ പണിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ പൈസ ഇല്ലേ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പം അതല്ല എന്ന് പറയുവേ. അപ്പോഴത്തേക്കിനും ഇന്നൊരാൾ പറയുകയാണ്, നീ അധ്വാനിച്ച് നിൻ്റെ വിയർപ്പിൽ നിന്നുണ്ടാക്കിയ പണം അതല്ലേ നിനക്ക് വേണ്ടത്? അപ്പോഴത്തേക്കിനും വിക്രം ഇങ്ങനെ ഒന്ന് പറയുന്നുണ്ടേ, രാജേട്ടാ, ഇത് ഇവൻ്റെ ഉള്ളിൽ നിന്ന് വന്ന ഐഡിയ അല്ല, ഇത് ആ വേദ നിന്നെ പറഞ്ഞ് ഇളക്കി വിട്ടതല്ലേ എന്നിങ്ങനെ കൂട്ടുകാരന്മാർ ചോദിക്കുന്നുണ്ടേ. എന്നെ ആരും ഇളക്കി വിട്ടതൊന്നും അല്ല എന്നിങ്ങനെ വിക്രം പറയുക. അന്നേരം ബാക്കിയുള്ളവർ പറയുകയാണെ, 10-28 വയസ്സ് വരെ തോന്നാതിരുന്നതല്ലേ ഇപ്പോൾ തോന്നുന്നത്, പിന്നെ പെട്ടെന്ന് ബോധോദയം ഉണ്ടായതല്ലേ എന്നിങ്ങനെ പറയും കേട്ടോ. ഞങ്ങളങ്ങ് വിശ്വസിച്ചു എന്നൊക്കെ പറയുവേ. അപ്പോഴത്തേക്കിനും വിക്രം പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് വേണമെങ്കിൽ വിചാരിക്കുക, എന്തെങ്കിലും വഴി നിർദ്ദേശിക്കാനുണ്ടോ? അപ്പോഴത്തേക്കും നമ്മുടെ ജോസഫേട്ടൻ പറയുകയെ, നിനക്ക് ചാക്ക് ചുമക്കാൻ പറ്റുമോ എന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കിനും വിക്രം പറയുവേ, ചുമക്കായേട്ടാ. അപ്പോഴത്തേക്കിനും എന്ന് പറയുവേ. അങ്ങനെ എല്ലാവരും അന്തിച്ചിരിക്കുകയാണ് കേട്ടോ. അടുത്തായിട്ട് കാണിക്കുന്നത് നമ്മുടെ സുധാകരൻ മാഷും അമ്മയും കൂടെ നമ്മുടെ അമ്പലത്തിൽ വന്നിട്ട് ഇങ്ങനെ നമ്മുടെ മക്കൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് വഴിപാട് കഴിപ്പിക്കുക എന്നിങ്ങനെ പറയാം കേട്ടോ. അപ്പോഴത്തേക്കിനും 3 എന്ന് പറയുമ്പോഴത്തേക്കിനും 4 എന്ന് പറയുവേ. അപ്പോഴത്തേക്കിനും അത് നന്നായി, 3 പേരുടെ കൂടെ മാഷിൻ്റെ കൂടെ ആയിക്കോട്ടെ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വിശ്വം, ചിത്തിര എന്നിങ്ങനെ പറഞ്ഞിട്ട് എല്ലാവരുടെയും പേര് പറയുകയാണ്. അങ്ങനെ അച്ഛൻ ഓരോരുത്തരുടെ പറയുമ്പോഴത്തേക്കിനും ശ്രീജ, വിശ്വം എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് മക്കളുടെ മരുമക്കളുടെ ആദ്യം തന്നെ പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ വിക്രത്തിൻ്റെ പറയുന്നില്ല. അപ്പോഴത്തേക്കിനും ബാക്കി 3 എണ്ണം കൂടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അടുത്ത് പറയാനായിട്ട് ഒരുങ്ങുമ്പോഴത്തേക്കിനും നമ്മുടെ വേദയുടെ അമ്മ മുത്തശ്ശി അങ്ങോട്ടേക്ക് വരികയാണ്. വിക്രം, പൂരം നക്ഷത്രം എന്നിങ്ങനെ മുത്തശ്ശിയാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പോഴത്തേക്കിനും നമ്മുടെ മാഷ് ഇങ്ങനെ തിരിഞ്ഞു നോക്കുവാണ്. അപ്പോഴത്തേക്കിനും നമ്മുടെ മുത്തശ്ശി വിക്രം പൂരം നക്ഷത്രം മാത്രമല്ല പറയുന്നത്, നമ്മുടെ വേദ ഉത്ര നക്ഷത്രം എന്നിങ്ങനെ കൂടെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കിനും നമ്മൾ ഇതൊക്കെ കേട്ടിട്ട് മാഷ് വാ കമലേന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് പോവുക. അപ്പോഴത്തേക്കിനും മുത്തശ്ശി പറയും, നിൽക്ക് കമലേ, ഒരു നല്ലൊരു ദിവസമായിട്ട് മാഷിൻ്റെ പേരിൽ പൂജയൊന്നും ചെയ്യണ്ടേ എന്നിങ്ങനെ ചോദിക്കുവേ.
മോള് പറഞ്ഞ് ഞാൻ അറിഞ്ഞിരുന്നു. ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി. ഏതൊക്കെയായാലും നല്ലൊരു ദിവസമല്ലേ. നിങ്ങളുടെ പേരിൽ ഞാനൊരു ദമ്പതി പൂജ കൂടി കഴിക്കാം. വേണ്ട വേണ്ട, അതൊന്നും വേണ്ട. എനിക്കിങ്ങനെയുള്ള പൂജകളിലൊന്നും വലിയ വിശ്വാസമില്ല, അതുകൊണ്ടാണ് കഴിപ്പിക്കാതിരുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ടേ. സ്വന്തമായിട്ട് ഒരാൾക്ക് തീരുമാനിക്കാൻ തൻ്റെ പേരിൽ പൂജ വേണ്ട എന്ന്. പക്ഷേ മറ്റൊരാൾ കഴിപ്പിക്കുന്നതിൽ അത് തടസ്സം പറയാനില്ല എന്നിങ്ങനെ സാവിത്രിയമ്മ പറയുന്നുണ്ടേ. കാരണം അത് ദൈവം തോന്നിപ്പിക്കുന്നതാണ്. ഒരു ദമ്പതി പൂജ, സുധാകരൻ മാഷ്, കമല എന്നിങ്ങനെ പറഞ്ഞിട്ട് സാവിത്രി അമ്മ നമ്മുടെ പൂജയ്ക്കുള്ള വഴിപാട് കൊടുക്കുവാണേ. അപ്പോൾ ഇത് നോക്കിക്കൊണ്ട് അവരിങ്ങനെ സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡുകൾ പൂർണ്ണമാകുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.